നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് സക്സസ് ആക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഇനിയും വേറെ ആളുകൾ ഉണ്ടാവും. ഷുവറായിട്ടും വെറൈറ്റീസ് ഓഫ് ഐഡിയാസ് വന്നിട്ടുണ്ടാവും. നമ്മൾ കെ ലെവലിൽ നിന്ന് എത്തിയതുകൊണ്ട് തന്നെ കുറേ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു. പേടിയൊന്നുമില്ല, പക്ഷെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്, പേടിയില്ല. 12th കഴിഞ്ഞ് കയറിയിട്ടേ ഉള്ളൂ. BT ഫസ്റ്റ് പേപ്പറാണ്. സോ ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ടാണ് ഇത് കിട്ടിയെന്ന് തീർച്ചയായിട്ടും പറയാം. അങ്ങനെ വലിയ സ്റ്റേജ് ഫിയേഴ്സ് ഒന്നും ഇല്ല. അത്യാവശ്യം നല്ലോണം പ്രിപ്പയർഡ് ആണ്. ബിസിനസ് ഐഡിയേൻ്റെ ആ ഒരു ബേസിൽ തന്നെയാണ് വന്നിട്ടുണ്ടാവുക. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. എൻഹാൻസ് ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. എഡ്ജ് എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് ബിസിനസ് പ്രസൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എലാൻസ് ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. ബോട്ടന്ന് മുകളിലേക്ക് എത്തിയ ആൾക്കാരുടെ ഇടയിൽ ഈ ഐഡിയ പ്രസൻറ്റ് ചെയ്യാനും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞതൊരു വലിയൊരു ചാൻസ് തന്നെയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ CEO ആയിട്ടിരിക്കുന്ന ഒരാൾ തന്നെ നമ്മൾ ജഡ്ജ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം എക്സ്പോഷർ ലഭിക്കും. ഇതെന്തായാലും ഫ്യൂച്ചറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കേണ്ടായി. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഒന്നും കൂടി റീതിങ്ക് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായി. എലാൻസിൻ്റെ ഒരു ഗ്രോത്ത് നോക്കുവാണെങ്കിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി സർവീസ് വെച്ചിട്ടാണ് അവർ ഇത്രയും ഗ്രോത്ത് ഉണ്ടായത്. അതുപോലെ തന്നെ ഏതൊരു ഇൻഡസ്ട്രിയിലും ക്വാളിറ്റി കാണിക്കുവാണെങ്കിൽ നമുക്കും സക്സസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റീസിലെല്ലാം പങ്കെടുക്കുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. കിട്ടുമോ ഇല്ലയോ എന്നതിലുപരി നമ്മുടെ ഒരു സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഇടുക, അത്രമാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റൂ.